ഇന്ന് അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ. ബനാന കട്ട്ലേറ്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചൂടായ പാനിലേക്ക് ഓയിലോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ബനാനാണ്. ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ച ബനാന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് ആവശ്യം. അത് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പൂണ് വെച്ച് തന്നെ ഇത് നല്ലോണം ഉടച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്കിത് കൈ വെച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ ബ്രെഡ് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെയ്തെടുത്ത ബനാന കട്ട്ലേറ്റ് ഈ ഒരു കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പാൽച്ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബനാന കട്ട്ലേറ്റ് ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിൽ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.